അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് വേനൽക്കാലത്ത് ധാരാളമായിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറി ഇനമാണ് ചീര. ഇന്ന് നമുക്ക് ചീരയാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. നമ്മുടെ മുറത്തിലേക്ക് ഒരു വാഴയിലൊക്കെ വെട്ടിയിട്ട് ചീര നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മൂട് തണ്ടുണ്ടല്ലോ ഞാൻ കുറച്ച് മുറിച്ച് മാറ്റുന്നുണ്ട്. നാളെ ഒരു അവിയൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മുറിച്ച് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ബാക്കി ഞാൻ എല്ലാ ചീരയുടെ തണ്ടും ഇലയും എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് ധാരാളമായിട്ട് കുളങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പണ്ട് ചീര പറിച്ചു കഴിഞ്ഞാൽ കുളത്തിലിട്ട് ഉലച്ച് കഴുകി എടുക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് നാട്ടിൻപുറത്ത് കുളമെന്ന് പറയുന്നത് കാണാനേ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞെന്നാൽ നമുക്ക് എന്തെങ്കിലും അസുഖം പിടിക്കത്തക്ക രൂപത്തിലാണ് ജലാശയങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, നമ്മുടെ ബക്കറ്റിലേക്ക് വെള്ളം പിടിച്ചിട്ട് ചീര അതിനകത്ത് വൃത്തിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുവട് ഭാഗം 2-3 പ്രാവശ്യം കഴുകി മണ്ണെല്ലാം കളഞ്ഞു. അതിന് ശേഷമാണ് ചീര മൂടോടെ മൊത്തത്തിൽ അങ്ങോട്ട് കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ മണ്ണ് ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവുമേ. അപ്പോൾ നമ്മുടെ ചീര കുനുകുനാന്നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഇരണ്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള് ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉണക്കമുളകിൻ്റെ പൊടി, പിന്നെ 2 കഷ്ണം ചുവന്ന ഉള്ളിയും ഒരു തണ്ട് വേപ്പിലയും കൂടെ ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എടുത്ത തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഉപ്പും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് ഒന്ന് തിരുമ്മി അവിടെ വയ്ക്കും. അതിന് ശേഷം നമ്മൾ ഇത് കറിയാക്കുക കേട്ടോ. അങ്ങനെ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് തിരുമിയെടുക്കുവാണേ. അപ്പോൾ നമ്മൾ ക്യാബേജൊക്കെ തോരൻ വയ്ക്കാൻ നേരത്ത് തേങ്ങ എല്ലാം കൂടെ ചേർത്ത് തിരുമത്തില്ല, അതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അതിനുശേഷം ഒരു ചുവട് കെട്ടിയുള്ള ഉരുളി നമ്മുടെ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ടുണ്ടല്ലോ ഞാൻ ഇപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതിന് മുമ്പായിട്ട് ഇത്തിരി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇടേണ്ടതാണ്, പക്ഷേ എല്ലാം ചേർത്തതിന് ശേഷമാണ് നമ്മുടെ പരിപ്പിൻ്റെ കാര്യം ഓർത്ത്. പരിപ്പ് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചീരയും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എല്ലാം കൂടെ തടുത്ത് നടുക്കോട്ട് വെച്ചിട്ട് ഒരു വാഴയിലയിട്ടൊന്ന് മൂടുവാണ് കേട്ടോ. ഇങ്ങനെ വാഴയിലയിട്ട് ചീര തോരൻ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സൂപ്പറാണ് കേട്ടോ. അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് എയർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കേട്ടോ. അതിന് ശേഷം തുറന്ന് നോക്കുവാണേ. നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് നമുക്ക് ചീര റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെ നോക്കിക്കാം, 10 മിനിറ്റ് അടച്ച് വെച്ചതേ ഉള്ളൂ. ലോ ഫ്ലെയിമിലാണ്. ഈ വാഴയിലേക്ക് അടങ്ങിയിരുന്നിട്ടുണ്ടല്ലോ, അടഞ്ഞിരുന്ന് റെഡിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്.